നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഞാനിങ്ങോട്ട് വരാൻ നേരത്ത് ഒരാളെ രാജു എന്താ ഇവിടെ എനിക്ക് മനസ്സിലായി പ്രൊഫഷണൽ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചോട്ട് ചോദിച്ചു, പൂച്ചയ്ക്ക് എന്തോന്നാണ് കൊല്ലിരിക്കുന്നിടത്ത് കയറി. നമ്മൾ പൂച്ചയ്ക്കൊക്കെ ചില സമയത്ത് ചില കാര്യങ്ങളുണ്ടാകും. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എന്നെ കുറിച്ച് പറഞ്ഞതിനകത്ത് ഒരു തെറ്റുണ്ട് കേട്ടോ. ഞാൻ സിനിമ വന്നിട്ട് 40 കൊല്ലമായിരുന്നു. ആദ്യം അഭിനയിച്ചത് 1975 കഷ്ടപ്പെട്ടാണ് 50 വർഷമാക്കിയത്. പ്രമുഖ വർഷം കുറയ്ക്കുന്നത് എന്റെ ഈ വർഷങ്ങൾ പറയുന്നത്. അപ്പോ 2000-ലാണ് എനിക്കൊരു ഷുഗറിന്റെ ഒരു ചെറിയ പ്രൈസ് വന്നപ്പോൾ എന്റെ കൂടെ പഠിച്ചാണ് മല്ലിക സുമാർ, അന്ന് മോഹൻ മല്ലിക. അപ്പൊ ഭയങ്കര ജ്യോതിദേവ് എന്റെ അടുത്തുണ്ട്, ഒന്ന് പോയി കണ്ടായിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹത്തിന് സ്വന്തം ക്ലിനിക്കില്ല, വീട്ടിൽ തന്നെയാണ്. ഇങ്ങനെ പൂജപ്പടിയിൽ കമലത്തോട്ട് കയറുന്ന വീട് ഞാൻ വീട്ടിൽ പോയി കണ്ടു. അന്ന് തൊട്ട് ഞാൻ ഡോക്ടറുടെ എന്താ പറയാ ഒബീഡിയൻ പേഷ്യൻ്റാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു തരും. അതെല്ലാം കഴിഞ്ഞിട്ട് ചില പോയിന്റ്സ് എഴുതിയിരുന്നു, മറന്നു. എല്ലാ കാര്യം ഞാൻ ഒരു വർഷം അങ്ങോട്ട് പോയില്ലെങ്കിലും എന്നെ ഇങ്ങോട്ട് ഓർമ്മിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ 2019 കോവിഡ് സീരിയസ് ആയ സമയത്ത് എനിക്ക് കോവിഡ് ഒന്നല്ല 2 പ്രാവശ്യം വന്നു. 2 പ്രാവശ്യം വന്നിട്ട് ചെറിയ ചുമയൊക്കെയാണ്, കുഴപ്പമില്ല സമയത്ത് പിന്നെ എനിക്കത് ന്യൂമോണിയായി മാറി. ആ സമയത്ത് മരിക്കുന്നവരെ വീട്ടുകാരെ പോലും കാണിക്കാതെ കൊണ്ട് അടക്കം ചെയ്യുന്ന ഒരു സമയമായിരുന്നു. പിന്നെ ഡോക്ടറാണ് നിർബന്ധിച്ച് അനന്തപുരിയിലെ ഹോസ്പിറ്റലിൽ റൂംസ് അവിടെ അഡ്മിറ്റ് ചെയ്തു. അന്ന് അഡ്മിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ പക്ഷേ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അന്ന് ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയത്, എൻ്റെ ഒരു ബന്ധു KG വിശ്വനാഥ് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലൊക്കെ സ്വാധീനമുണ്ടായത് മരിച്ചപ്പോൾ ധാരാളം ആൾക്കാർ ഇങ്ങനെ എല്ലാം വന്ന് റീത്തൊക്കെ വെച്ച് ആ ബോഡി കൊണ്ടുവന്ന ആംബുലൻസ് ഇങ്ങനെ അലങ്കരിച്ച് കൊണ്ടുപോകുമ്പോൾ യൂണിയൻകാരൻ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നാ ഇങ്ങനെ നിന്നാൽ മതി, ഇതുപോലെ ആർഭാടമായിട്ട് പോട്ടെ. അപ്പൊ ഞാൻ ആശുപത്രി കിടന്ന് ആലോചിച്ചു, ദൈവമേ, ആർഭാടം പോയിട്ട് ബന്ധുക്കൾ പോലും കാണാൻ പറ്റില്ല, ഈ പൊതിഞ്ഞ് എവിടെയോ ദൂരം കൊണ്ടിടുന്നത്, അങ്ങനത്തെ ഒരു കാര്യമാണ്. അതിൽ നിന്ന് എന്നെ രക്ഷിച്ചതും അദ്ദേഹം തന്നെയാണ്. ഇനി ഒരു ശാലം ഫ്ലാഷ് ബാക്ക്. അതായത് തയ്ക്കാനാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ സൈക്കിൾ എടുത്തിട്ട് പൂജപ്പുര വഴി വന്നിട്ട് ആ കമ്മലത്തോട്ട്, അതായത് കേശവദേവ് റോഡ് എന്നുള്ള ആ റോഡ് വഴി പോകുമ്പോൾ അവിടെ ഇതിന്റെ വീട് കഴിഞ്ഞിട്ട് 3ാമത്തെ വീടാണ് മോഹൻലാലിന്റെ വീട്. വീടിന്റെ കേശവദേവസാറിന്റെ വീട് 3ാമത്തെ വീടാണ് മോഹൻലാലിന്റെ വീട്. അത് കഴിഞ്ഞ് 4ാമത്തെ വീട്ടില് എൻ്റെ ഒരു അങ്കിള് താമസമുണ്ട്. അദ്ദേഹം റിട്ടയർഡ് മിലിറ്ററി മേജറാണ്. ഇതിന്റെ വഴിയിലൊക്കെ സംസാരിക്കുന്ന ആളാണ്. 3 പെൺമക്കളാണ്. ഞാൻ ആഴ്ചയിലേക്ക് അവിടെ പോകും. പോകാൻ പറ്റൂല, ഇളയ കുട്ടി കാണാൻ നല്ല സുന്ദരിയാണ്. അപ്പൊ ആഴ്ചോറും സൈക്കിൾ അപ്പം വരെ ആ കയറ്റ കയറി ചെല്ലുന്നതിനൊക്കെ പ്രയോജനമുണ്ട്, വലിയ സന്തോഷം. അപ്പോ അതിനൊരു പ്രണയം ഞാൻ വിചാരിച്ചതായിരിക്കും എൻ്റെ ഭാവി ഭാഗം. ഒരു ക്ലിപ്പ് ക്യാമറ, അന്നത്തെ നമ്മുടെ ഒരു ക്ലിപ്പ് ക്യാമറ ഒരു സുഹൃത്തിനെ സംഘടിച്ച് ഞാൻ പോയി ആ കുട്ടിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് നെക്സ്റ്റ് വീക്കിൽ അതിന്റെ ഫ്രണ്ടുമായിട്ട് ഞാൻ പോയി അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഫോട്ടോ കളഞ്ഞു വയ്ക്കും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ വീട്ടിൽ കയറിയപ്പോൾ മോഹൻലാലിന്റെ ഒരു കവറിൽ ആ ഫോട്ടോ ഉണ്ട്. ഞാൻ ഈ സൈക്കിൾ കൊണ്ട് നാഗരാന്തത്തിലെ കവർ റോഡിൽ വീണുകയും അത് മോഹൻലാലിന്റെ വീട്ടിലെ സ്വന്തം ഇവിടെ ഇത് പോണ സാറിന്റെ ഫ്രണ്ടിന്റെ എന്നൊക്കെ പറഞ്ഞ ഫോട്ടോ അവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെ ആ ഫോട്ടോ ഞാൻ ഈ ഫോട്ടോ ഉണ്ടെന്ന് ഈ കുട്ടിയെടുത്ത് കാണിച്ചത് കണ്ട. ഞാനെടുത്ത ഫോട്ടോകളെ കൊടുത്ത സമയത്ത് മറ്റേ മേജറെങ്കിലും വന്നു. അത് എന്നെ അടുത്തോട്ട് വിളിച്ചു. മകന്റെ കൈ പിടിച്ച് കതർ മണ്ഡപത്തിന് 3 വലം വെച്ച് ഇവൾ കന്യകയാണ് എന്ന് പറഞ്ഞ് ആ പയ്യനെ ഏൽപ്പിക്കുന്നെങ്കിൽ ആ ഫാദറിന് ഒരുപാട് ഡ്യൂട്ടികൾ ചെയ്യേണ്ടതായിട്ട്. രാജു, ഈ തൽക്കാലം പോകും, മേലെ ഇങ്ങോട്ട് വരിക. ഞാൻ എൻ്റെ പ്രണയം അവിടെ അവസാനിച്ചു. ആ റോഡിൽ, കേശവദേവ് റോഡിലാണ് എൻ്റെ പ്രണയം അവസാനിച്ചത്. അങ്ങനെ അതോടെ അത്. പിന്നെ ഞാൻ പറയുന്നത്, ഓടയിൽ നിന്നുള്ള സിനിമ അത് കണ്ടിട്ട് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ സിനിമകളാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. ഞാനൊക്കെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ പ്രസിദ്ധിച്ച സിനിമ എന്നൊക്കെ പറയും. അപ്പൊ അതിനകത്ത് വില്ലൻ സത്യം മാസ്റ്ററാണ് റോൾ ചെയ്തത്. ഇന്നലെ വില്ലനായിട്ട് കോട്ടയം ചെല്ലാത്തനാണ് അഭിനയിച്ചത്. ജന്മിയുടെ മകനായിട്ട് 6 വയസ്സായ ഒരു പയ്യായിരുന്നു. ആ പയ്യൻ പിൽക്കാലത്ത് വലിയ സിനിമാ നടനായി, രാജ്യസഭാംഗമായി, പിന്നെ ഇലക്ടഡ് MP ആയി. ഇപ്പൊ കേന്ദ്രമന്ത്രിയായിട്ട് തുടരുന്നത് അതാണ് സുരേഷ്. ആ കാലം
6 വയസ്സ് ഇത് പടം കണ്ടു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഞാൻ പിള്ളേർക്ക് ഈ സിനിമ കണ്ടതിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അയൽക്കാരെന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ട്. ലൈബ്രറിയിൽ നിന്നൊക്കെ പോയെടുക്കാണ് പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള തിരുവനന്തപുരം പക്ഷെ പറഞ്ഞാൽ വാങ്ങില്ല. പിന്നെ റൗഡി, പിന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥ ഞാൻ വായിച്ചിട്ടില്ല. ഒരു നയവും മയവും ഇല്ലാതെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എതിർപ്പെന്നാണ്. ചായക്കടയിൽ സ്വർഗ്ഗരാജ്യം ഇങ്ങനെയുള്ള കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ ആഴ്ച സ്ഥാനത്ത് കണ്ടപ്പോൾ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് അങ്ങോട്ട് വിളിപ്പിക്കുന്നത്. എന്നിട്ട് ഓരോ കാര്യങ്ങളും ഇന്ന മാതിരി ചെയ്യണം. അതുകൊണ്ട് ഇപ്പോഴും എന്റെ ഞാൻ മുതലോട്ട് ചായ കുടിക്കും. ഈ പള്ളി എന്താ പറയാ 105, 110 വിളിക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിനിടയ്ക്ക് കഷ്ണകാലം വരുമ്പം ഒന്നുകൂടെ വരും പറയാൻ കഴിഞ്ഞ വർഷം ഇന്ന് ജൂലൈ 26 സർജറി ഈ ക്യാൻസർ നാട്ടിൻ്റെ അടിയിൽ ക്യാൻസർ ആയിരുന്നു. അപ്പോഴും ഡോക്ടറെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഞാൻ കിംസിലാണ് പോയത്. ഈ 5 കീമോയും 30 റേഡിയേഷനും ചെയ്തു. പിന്നെ 16 കിലോ വെയിറ്റ് ഉണ്ട്. ഒരു 70 എന്നുള്ള ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയിട്ട് 1 മാസമേ ഉള്ളൂ. പലയിടത്ത് പോകുമ്പോൾ എന്നെ ആൾക്കാർ കളിയായിരുന്നു. ചില കല്യാണത്തെ കുറിച്ച് അമ്മാവന്മാരൊക്കെ ഷുഗർ അടിച്ചല്ലേ ഓഞ്ഞു പോയി കളിയാക്കി. ഞാൻ അപ്പം ആൾക്കാരൊക്കെ തിരിച്ചു പറയും ഷുഗറല്ല ക്യാൻസറാണ്. ഇങ്ങനെയാണ് ഉണങ്ങിയത്, ഷുഗറാണ്. ഈ ഒരു മാസത്തിന് മുമ്പ് ഞാൻ അയാൾക്കൊരു റിസർച്ച് ഡോക്ടർമാരുടെ റിസർച്ച് പോയപ്പോൾ അവിടെ കുറേ ഡോക്ടേഴ്സ് വരും. അവരോട് എങ്ങനെ സംസാരിച്ചിരുന്നപ്പം കുറച്ച് തടിയുള്ള ഒരാൾ വന്നിട്ട് എൻ്റെ മുഖത്ത് ഒരു അടി. ഹലോ രാജു, അത് തന്നെ ഇഷ്ടമായി. ഇദ്ദേഹം നോക്കിക്കൊണ്ടുള്ള സ്നേഹപ്പെടാം. പിന്നെ ഈ പ്രായത്തിൽ കുറഞ്ഞ ഒന്ന് തോടി കയറുന്നത് ഒരു അസൗകര്യമാണ്. ഇവിടെ തോളിലൊക്കെ കൈയിട്ടിട്ട് ഇത് കുറയ്ക്കുക ബാക്കിയൊന്നും അടിക്കണമെന്ന് സംശയമുണ്ട്. അപ്പൊ എന്തെന്ന് ചോദിച്ചു, ഹലോ രാജു, എങ്ങനെയാണ് ഈ വണ്ണം കുറഞ്ഞ് ഇങ്ങനെ ആയത് ഒന്ന് പറഞ്ഞു. നമ്മൾ ദൈവത്തിൻ്റെ പ്രാർത്ഥിച്ചാൽ മതി ക്യാൻസർ വരാൻ. കണ്ണൊക്കെ പൊക്കോളുന്നത്. എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വന്ന ആളാണ്. സിനിമയിൽ പറയുന്ന വാക്ക് സ്റ്റോപ്പ് വാക്ക് വെച്ച് ഔട്ടായിരിക്കും, കണ്ടിട്ടേ. അപ്പൊ എന്തായാലും ഇന്ന് ഈ ചടങ്ങിൽ ഞാൻ അർഹതയുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഈ മൾട്ടി പ്രതിഭയുള്ള ഒരു വേദിയിൽ ഇരിക്കാൻ അവസരം നല്ലൊരു സ്ഥാനത്തിൽ എനിക്ക് എത്ര നന്ദി പറയാൻ മതിയാകും. അതുപോലെ എനിക്ക് ചെന്നാൽ എപ്പോഴും സുനിത ദേവന്റെ വൈഫ് ഫ്രീ ആയിട്ട് എനിക്ക് മുടങ്ങാതെ. താങ്ക് യു സോ മച്ച്. പക്ഷെ ഗോതമ്പ് ഉഴുന്നോടെയാണെന്ന് മാറും. സാധാരണ ഉഴുന്നോടെയും വേറാണ്, പക്ഷെ ഗോതമ്പിനാണ് ഉണ്ടാക്കിയത്. എനിക്ക് അറിയില്ല മറ്റേ ഉഴുന്നില് ഡയബറ്റിക്കുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഉണ്ടാക്കാൻ അറിയുന്നത്. എന്തായാലും അത് കോട്ടയം ഉണ്ടാക്കാറ്, അതാണ് തരുന്നത്. അപ്പം ഇന്ന് ഈ ചടങ്ങ് വരുമ്പോൾ എനിക്ക് പറഞ്ഞ ശശിന്റെ റിസൾട്ട് ഞാൻ പല വേദിയായിട്ട് ഞങ്ങൾ ഇതുവരെ ഒരു ഡിന്നറിനൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഞാൻ അദ്ദേഹത്തിന് ഒരു ക്ഷമ മനസ്സിലാക്കിയത്. ഞാനൊരു വീട്ടിൽ ഒരു ഡിന്നർ തന്നെ സുഹൃത്തിന് അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടെ വന്നിരുന്ന ഒരാൾ അപമര്യാദയായിട്ട് സംസാരിച്ചു. വേറെ ആരാണെങ്കിൽ എനിക്ക് ചെവിക്കുറ്റിക്ക് ഒരു അടി കൊടുക്കും, അല്ലെങ്കിൽ തിരിച്ച് ചീത്തയുണ്ട്. പുള്ളി ഈ കാണുന്നതായി നല്ല ഐശ്വര്യമായിട്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ മൊത്തം ഇറിറ്റേഷൻ ആയിരുന്നു. പക്ഷെ പുള്ളി ക്ലീനായിട്ട് ഹാൻഡിൽ ചെയ്ത് ആ ഫംഗ്ഷൻ ചെയ്തത്. ഞാൻ അതുകൊണ്ട് സാറിന് ചോദിക്കും, സാർ എങ്ങനെയാണ് തയ്ക്കുന്നത്? അപ്പൊ എന്നോട് ആൾക്ക് നമ്മുടെ 5 പേർക്ക് ഒന്നുപോലെയാണോ? വ്യത്യാസമൊക്കെ ആൾക്കാർ പല ഇതാണ്. നമ്മൾ എല്ലാവരും ഒരുപോലെ തന്നെ കാണണം. അതൊക്കെ ഒരു വലിയ ക്വാളിറ്റി തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ സാഹിത്യത്തിന് സാറിന്റെ ഈ ഇംഗ്ലീഷിലാണ് അധികം കടുകട്ടിയുള്ളത്, നമുക്ക് മനസ്സിലാവില്ല. അതിന്റെ കാര്യം കുറച്ചുകൂടെ കഴിയണം. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് വേറെ എന്നെ പറഞ്ഞു, ശശി തരൂർ മന്ത്രിയായാലും എന്തായാലും ശരി കൈക്കൂലി വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ശരിയില്ലേ? അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾക്ക് മാസം 8 ലക്ഷം രൂപയൊക്കെ റോയൽറ്റി ഉണ്ട്. അത് വേണമെന്ന് അറിയില്ല, സത്യമാണെന്ന് അറിയില്ല. സത്യമാണൊക്കെ ഇല്ലേ? നിങ്ങളില്ല. എന്തായാലും സന്തോഷം. അത്രയ്ക്ക് ലോക പ്രശസ്തരാണ്. അതുപോലെ തന്നെ അടൂർ സാർ, നമ്മുടെ മലയാള പരിപാടി എന്തായാലും നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി നല്ല കാര്യം. ഇനിയും ധാരാളം എഴുതാനുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അല്ല വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഈ പറഞ്ഞ പുസ്തകങ്ങളെല്ലാം ചിലര് വായിക്കാൻ മനസ്സിലാകാത്ത 2ാമത് 3ാമത് വായിക്കുകയാണ്. ഈ ഒരു വേദിയിൽ വരാനും സംസാരിക്കാനൊക്കെ സന്തോഷമുണ്ട്. നല്ല കാര്യം. ഇതിന്റെ വാല്യൂ അറിയണമെങ്കിൽ കഴിഞ്ഞ ഈ പറഞ്ഞ 20 വർഷമാണ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ള ഫോട്ടോ ഇരിച്ചത്. എല്ലാം ഡിസർവിംഗ് നൽകിയതാണ്. എന്തായാലും വളരെ സന്തോഷം. എല്ലാവർക്കും നല്ലൊരു ഈവനിങ് നേരുന്നു.
ഇനി ഇതിന് ശേഷം ഇവിടെ സമ്മതമോ വഴക്കോ ഉടക്കോ പോലും അതിന് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. താങ്ക് യു സോ മച്ച്. We now invite you to a truly enriching segment. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.